അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 3 ദിക്റുകൾ, അത്ഭുതകരമായ 3 ദിക്റുകൾ. ഈ 3 ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ തീർച്ച നമ്മുടെ ടെൻഷൻ മാറിക്കിട്ടും, അപകടങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കപ്പെടും. നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ, നമ്മുടെ ഇണയുടെയൊക്കെ ജീവിതത്തിൽ വലിയ ബറക്കത്തും ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ റാഹത്തൊക്കെ കിട്ടാൻ കാരണമാകുന്ന അത്ഭുതകരമായ 3 ദിക്റുകൾ. ഇൻഷാ അല്ലാഹ് നമുക്കതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലാദ്യത്തേത് ഇൻഷാ അല്ലാഹ് ഞാനത് പറയുന്നതിന് മുമ്പ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂന്ന് ഓർമ്മപ്പെടുത്താണ്. പലരും ബുക്ക് ചെയ്യാതൊക്കെ വരുന്നതുകൊണ്ട് സമയക്കുറവ് ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നോക്കാൻ പറ്റില്ല. അപ്പോൾ അവർ തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം ഇതിങ്ങനെ എടുത്തു പറയേണ്ടി വരുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ വിഷയം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ സവിശേഷമേറിയ ചില ദിക്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ദിക്റുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചതും, ഇതിലൊന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 129-ാമത്തെ ആയത്താണ്. നമ്മളൊക്കെ ചൊല്ലുന്നതാണ്. നമ്മൾ മനസ്സിലാക്കി ചൊല്ലുമ്പോൾ നമുക്ക് അതിൻ്റെതായ ആ ഫലവും ആ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കും. ആത്മാർത്ഥതയിൽ ചൊല്ലാൻ നമുക്ക് സാധിക്കും. അതിലൊന്നാമത്തത് വിർദുൽ ലത്തീഫിലൊക്കെ ഉള്ള ഒരു ദുആ ആണ്. നമുക്കറിയാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഇഫ്ഫത വൽ ആഫിയത ഫീ ദുനിയായ വദീനി വഅഹ്ലി വമാലി അല്ലാഹുമ്മ സ്തുർ ഔറതി വആമിൻ റൗഅതി വഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി വഅൻ യമീനി വഅൻ ശിമാലി വമിൻ ഫൗഖി വഅഊദു ബിക മിൻ അൻ ഉഗ്താല മിൻ തഹ്തി. വളരെ സവിശേഷമേറിയതാണ്. നമ്മളിത് വിർദുൽ ലത്തീഫിൽ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലാറുള്ളതാണ്. ചൊല്ലുന്നവർക്കറിയാം. വിർദുൽ ലത്തീഫ് എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ ശരിയായ രൂപത്തിൽ ചൊല്ലേണ്ടത് എങ്ങനെ എഴുതിയിട്ടുള്ളത് അതിലുണ്ട്. എന്നതിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഇഫ്ഫത വൽ ആഫിയത ഫി ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുവേ, എൻ്റെ ദീനിലും എൻ്റെ ദുനിയാവിലും എൻ്റെ കുടുംബത്തിലും അഹ്ലിലും എൻ്റെ സമ്പത്തിലും എൻ്റെ ധനത്തിലൊക്കെ നീ എനിക്ക് ആഫിയത്തും അതേപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ജീവിതവും സദ്വൃത്തതയായിട്ട് ജീവിക്കാനുള്ള അതൊക്കെ നിന്നോട് ഞാൻ ചോദിക്കുന്നതെന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മൾ ചൊല്ലേണ്ടതാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹ്ഫദ്നി മിൻ ബൈനി യദയ്യ വമിൻ ഖൽഫി അല്ലാഹുമ്മ സ്തുർ ഔറതി വആമിൻ റൗഅതി. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്, എൻ്റെ ന്യൂനതകൾ മറക്കണം, എനിക്ക് നല്ല ഹിഫ്ള് നൽകണം, അത് ഏതു ഭാഗത്തു നിന്ന് വരുന്ന എല്ലാ ഷർറുകളെ തൊട്ടും എനിക്ക് വലിയ കാവൽ നൽകണം, വഞ്ചനയിലും ചതിയിലും പെടുന്നതിനും തൊട്ട് കാവൽ നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മളിത് ചൊല്ലുകയാണെങ്കിൽ ആ ദിവസം മുഴുവനും നമുക്കിതിൽ നിന്ന് വലിയ കാവൽ ലഭിക്കാൻ കാരണമാവും. അതുകൊണ്ടാണ് ഇതെല്ലാ ദിവസവും ചൊല്ലണമെന്ന് പറയുന്നതും. മഹാന്മാരൊക്കെ വിർദുൽ ലത്തീഫ് ഉൾപ്പെടെയുള്ള റാത്തീബുകളിലും ദിക്റുകളിലും ഔറാദുകളിലും വിർദുകളിലൊക്കെ ഇത് ഉൾപ്പെടുത്താൻ കാരണം. അപ്പോൾ ഇത് പതിവാക്കാത്തവരുണ്ടെങ്കിൽ, വിർദുൽ ലത്തീഫ് ചൊല്ലുന്നവർക്കറിയാം, നമ്മൾ വിർദുൽ ലത്തീഫിൽ ഇതെല്ലാ ദിവസവും പതിവാക്കുന്നുണ്ട്. ഇത് പതിവാക്കി ശീലമില്ലാത്തവർ ഇൻഷാ അല്ലാഹ് തീർച്ചയായും ഇന്നു മുതൽ ഇത് പതിവാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവർക്കും കഴിയുന്ന വളരെ ചെറിയ രൂപത്തിലുള്ളതാണ്. ഇനി മറ്റൊന്ന് നോക്കൂ. അബൂദർദാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ദിനം പ്രതി സൂറത്ത് തൗബയിലെ 129-ാമത്തെ ഈ ഒരു ആയത്ത് ആരെങ്കിലും പതിവാക്കണമെന്നുണ്ടെങ്കിൽ രാവിലും വൈകിട്ടും 7 തവണ ചൊല്ലലിന് പതിവാക്കിയാൽ ദുനിയാവിലും ആഖിറത്തിലും ഒരു കാര്യവും അവനെ വിഷമിപ്പിക്കുകയില്ല, അവനെ മുഷിപ്പിക്കുകയില്ല, അവൻ്റെ മനസ്സിന് താങ്ങാൻ കഴിയാത്തതൊന്നും അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ലേ. ഏതാണതെന്നറിയോ? നമ്മൾ വിർദുൽ ലത്തീഫിൽ ഇത് ചൊല്ലുന്നുണ്ട് 7 തവണ. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. വളരെ സവിശേഷമേറിയതാണ്. എന്താണ് ഹസ്ബി അല്ലാഹ്? എനിക്ക് അല്ലാഹ് മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരാളും ഇല്ല തന്നെ. അലൈഹി തവക്കൽത്, അവൻ്റെ മേലാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിച്ചിട്ടുള്ളത്. വഹുവ റബ്ബുൽ അർശിൽ അളീം, അവൻ അർശിൻ്റെ അത്യുന്നതമായ സിംഹാസനം, അതിൻ്റെ അധിപനാണ് റബ്ബ്. വളരെ സവിശേഷമേറിയതാണ്. ഇത് രാവിലെയും വൈകിട്ടും 7 തവണ ചൊല്ലണം. വിർദുൽ ലത്തീഫൊക്കെ ചൊല്ലൽ പതിവില്ലാത്തവരൊക്കെ ആണെങ്കിലും അവർക്ക് രാവിലെയും വൈകുന്നേരം ഒരു 7 തവണ ഇത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമാണ്.
പതിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. അപ്പോൾ രണ്ടെണ്ണം പഠിപ്പിച്ചു. ഒന്ന്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അല്ലാഹുമ്മ അസ്തുർ റൗഅതി വ ആമിൻ. اللهم استر عورتي وآمن روعتي واحفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بك أن أغتال من تحتي. മറ്റൊന്ന് ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അസീം. മൂന്നാമത്തത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അസീം. ഇതിൻ്റെ സവിശേഷത അറിയാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. എല്ലാ ദിവസവും ചൊല്ലുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. വളരെ പവർഫുള്ളായിട്ടുള്ള അത്ഭുതകരമായ ഒരു ദിക്റാണ് യഥാർത്ഥത്തിലിത്. അതുകൊണ്ട് തന്നെ ഇതും പതിവാക്കുക. ഇതിൻ്റെ മഹത്വം അറിയുന്നവർ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് പറഞ്ഞിട്ടുണ്ട്. അറിയുന്നവരൊക്കെ കുറച്ചൊക്കെ പരസ്പരം താഴെ എഴുതി അറിയിച്ചാൽ മറ്റുള്ളവർക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഇത് എത്രയാണ് ചൊല്ലേണ്ടത്? സുബ്ഹിൻ്റെ സമയത്ത്, മഗ്രിബിൻ്റെ ശേഷം, ഈ 2 സമയങ്ങളിലും 10 തവണ ഇത് പതിവാക്കിയാൽ എല്ലാ ദുഃഖങ്ങളും ഒഴിഞ്ഞു കിട്ടും, കടങ്ങൾ ഒഴിഞ്ഞു കിട്ടും. വലിയ മഹത്വമുള്ള ദിക്റാണ് ഇത്. സ്ഥിരമായിട്ട് ചൊല്ലുന്ന എത്രയോ ആളുകളുണ്ട്, നമുക്കറിയാം. ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. വളരെ പവർഫുള്ളായിട്ടുള്ള എത്രയോ ആളുകൾ പതിവാക്കി കൊണ്ടുവരുന്ന മഹാന്മാരൊക്കെ അവരുടെ ജീവിതത്തിൽ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നല്ല ശ്രേഷ്ഠതയുള്ള അതിമഹത്തായ ദിക്റാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കടം വീടാൻ നല്ല ഫലം ലഭിക്കും. അപ്പോൾ നമ്മൾ കടം വീടാൻ വേണ്ടി ഒരുപാട് ദിക്റുകളും ദുആകളും ചൊല്ലുന്നില്ലേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. വിറദുൽ ലത്തീഫിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്. അത് കൂടാതെ നിസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലുന്നുണ്ട്. അവിടെ കൂടെ ഇതും കൂടി ചേർത്ത് വെക്കുക. നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. എത്രയോ കടങ്ങളുള്ളവർ, ലക്ഷങ്ങൾ കടബാധ്യതയുള്ളവർ, പെൺമക്കളുടെ വിവാഹം കഴിഞ്ഞ് വീട് നിർമ്മാണം നടത്തിയിട്ട് മറ്റുള്ളവർക്ക് ക്യാഷ് കൊടുത്ത് തിരിച്ചു കിട്ടാനുണ്ടായിട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, ആ കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ ഈ പവിത്രമേറിയ ദിക്റ് വളരെയധികം കാരണമാകും. എത്രയോ മഹാന്മാരത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദിക്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കൂടുതൽ പതിവാക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം ഇങ്ങനെ ശുദ്ധീകരിക്കും. ഹൃദയമാണല്ലോ എല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് ചിന്തിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ സംസാരങ്ങളൊക്കെ വരുന്നത്. നമുക്ക് നല്ല രൂപത്തിൽ ഇടപെടാനും സംസാരിക്കാനൊക്കെ കഴിയും. എല്ലാത്തിനും ഉപരി വല്ലാഹു യൻളുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹ് നോക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഹൃദയം. മല്ലർ എന്നാണ് നോക്കുന്ന സ്ഥലത്തിന് പറയാം. അപ്പോൾ അള്ളാഹു നോക്കുന്ന സ്ഥലം ശുദ്ധീകരിച്ച് വയ്ക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അള്ളാഹു നോക്കുന്ന സ്ഥലം നല്ല ശുദ്ധിയോടുകൂടെ വെക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? ദിക്റുകൾ ധാരാളമായിട്ട് ചൊല്ലും. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.